ഫേസ്ബുക്കിന്റെ പാസ്വേഡ് മാറിയതാണോ, ഇനി ആരെങ്കിലും ഹാക്ക് ചെയ്തതാണോ എന്നിങ്ങനെയുള്ള പല സംശയങ്ങളാണ് ഒറ്റ രാത്രി തങ്ങളുടെ ഉപഭോക്താക്കളെ കൊണ്ട് മെറ്റ ചിന്തിച്ചു കൂട്ടിച്ചത്. അതിനെല്ലാം പരിഹാരം കണ്ടെത്തി ഉപഭോക്താക്കളെ സോഷ്യൽ മീഡിയ ലോകത്തേക്ക് തിരികെ എത്തിച്ചപ്പോഴേക്കും സുക്രണിന് അടുത്ത പണി. ആഡംബരത്തിൽ മുങ്ങിയ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ പ്രീ വെഡ്ഡിംഗിൽ കോടികൾ ചെലവാക്കി പങ്കെടുത്ത് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് സക്കർബർഗിന് സെർവർ ഡൗണിലൂടെ വൻ നഷ്ടമുണ്ടായിരിക്കുന്നത്. മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ത്രെഡ്സ്, മെസഞ്ചർ, വാട്സപ്പ് എന്നിവയടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ ആഗോളതലത്തിൽ പണിമുടക്കിയതോടെയാണ് വൻ നഷ്ടം മാർക്ക് സക്കർബർഗിനുണ്ടായിരിക്കുന്നത്. 2 മണിക്കൂറോളമാണ് മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പണിമുടക്കിയത്. വലിയ വിലയാണ് സക്കർബർഗിന് നൽകേണ്ടി വന്നത്. ഓഹരി വിപണിയിൽ ഉൾപ്പെടെ സക്കർബർഗിന് തിരിച്ചടി നേരിട്ടു. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് മെറ്റയുടെ പ്ലാറ്റ്ഫോമുകൾ തകരാറിലായത്. ഉപഭോക്താക്കളുടെ എല്ലാം അക്കൗണ്ടുകൾ തനിയെ ലോഗൌട്ട് ആവുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി 8:45 പ്രശ്നം നേരിട്ട് തുടങ്ങിയത്. ഇതിന് കാരണമായത് എന്താണെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. ഇതിന് പിന്നാലെ സക്കർബർഗിന് നേരിട്ട് നഷ്ടത്തിന്റെ കണക്കുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. മെറ്റ മേധാവിക്ക് $300 കോടിയോളം നഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട്. ബ്ലൂംബെർഗ് ശതകോടീശ്വരന്മാരുടെ സൂചികയിൽ സക്കർബർഗിന്റെ ആസ്തി ഒരു ദിവസം $279 കോടി, അതായത് 23,127 കോടി രൂപ കുറഞ്ഞ് 17,600 കോടിയിലെത്തി. മെറ്റയുടെ ഓഹരി വിപണിയിലെ മാത്രം നഷ്ടം 829 കോടി രൂപയാണ്. 3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും തടസ്സം നേരിട്ടതോടെ 1.60% ഇടിവാണ് മെറ്റ ഓഹരികളിൽ ഉണ്ടായത്. $100 ദശലക്ഷം അഥവാ 830 കോടി രൂപയാണ് ഇതോടെ നഷ്ടമായത്. വാൾസ്ട്രീറ്റിലെ ഓവർനൈറ്റ് ട്രേഡിംഗിൽ മെറ്റയുടെ ഓഹരി $490.22 അവസാനിച്ചത്. ഇതാദ്യമായല്ല മെറ്റ പ്ലാറ്റ്ഫോമുകൾ പണിമുടക്കുന്നത്. മുൻ വർഷങ്ങളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പരസ്യങ്ങളിലൂടെ മികച്ച വരുമാനം നേടുന്ന മെറ്റയ്ക്ക് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ തിരിച്ചടിയാകുന്നുണ്ട്. വിവിധ സേവനങ്ങളിലായി 319 കോടി ഉപഭോക്താക്കളുണ്ട് മെറ്റയ്ക്ക്. ഇതിനു മുമ്പ് 2021 6 മണിക്കൂറോളം ഫേസ്ബുക്ക്, വാട്സപ്പ് പ്ലാറ്റ്ഫോമുകൾ പണിമുടക്കിയത് വലിയ ചർച്ചയായിരുന്നു. അന്നും വലിയ നഷ്ടമാണ് കമ്പനിക്കുണ്ടായത്. അതേസമയം യഥാർത്ഥത്തിൽ എന്താണ് 2 മണിക്കൂർ ഫേസ്ബുക്കിന് പറ്റിയതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. സെർവർ തകരാർ, ടെക്നിക്കൽ ഗ്ലിച്ച് തുടങ്ങിയ നിരവധി കാരണങ്ങളാണ് വിദഗ്ധർ പറയുന്നത്. എന്തായാലും മെറ്റയുടെ ഇന്റേണൽ പ്രശ്നമാണെന്നത് ഏകദേശം വ്യക്തമായിട്ടുണ്ട്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പ്രവർത്തനരഹിതമായപ്പോഴേക്കും കുറച്ചു നേരത്തേക്ക് ഇലോൺ മസ്കിന്റെ എക്സ് ആയിരുന്നു താരം. ഇൻസ്റ്റാഗ്രാം ഡൗൺ, ഫേസ്ബുക്ക് ഡൗൺ എന്നീ ഹാഷ്ടാഗുകൾ എക്സിൽ ട്രെൻഡിംഗ് ആയി. ഇതിനു പുറമെ സക്കർബർഗിന് നിരവധി ട്രോളുകളും എത്തി. ഏതായാലും 2 മണിക്കൂറോളം മെറ്റ സോഷ്യൽ മീഡിയ തടസ്സം നേരിട്ടപ്പോൾ സക്കർബർഗിന് നേരിട്ടത് കനത്ത നഷ്ടം തന്നെയാണ്.